നമസ്കാരം. അപ്പം ഞാനിന്നൊരു പുതിയ ഐറ്റമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. കുറച്ച് കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വിപണികളിലെല്ലാം ഒരു 3 കിലോ 4 കിലോ ഒക്കെ 100 രൂപ കോവയ്ക്കൊക്കെ അത്രയേ ഉള്ളൂ. അപ്പം അത് നമ്മൾ ഒത്തിരി വാങ്ങിച്ച് കഴിയുമ്പോഴത്തേനും വെറുതെ ഇട്ട് നമ്മൾ അത് ഇപ്പോൾ ചൂടൂടായി കഴിയുമ്പോൾ പെട്ടെന്ന് വാടിയൊക്കെ പോകും. ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി ദിവസം വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കോവയ്ക്ക നമ്മളിതാ കൊണ്ടുവന്ന് ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് ഓരോ കോവയ്ക്കായും എടുത്തത് കൊണ്ട് 4 പീസായിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം. ഇങ്ങനെ 4ആയിട്ട് ഒരെണ്ണം ഒരു 4 പീസായിട്ട് കട്ട് ചെയ്യാം. എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് അല്പം മഞ്ഞപ്പൊടി വേണം, ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പ്, ഇത് മൂന്നും ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി വെയിലത്ത് വയ്ക്കാം. ഒരു 3 ദിവസമെങ്കിലും നല്ല വെയിൽ ചൂടിലിരുന്ന് ഇത് നന്നായിട്ട് പിടിച്ച് ഒന്ന് റെഡിയായിട്ട് ഉണങ്ങി വരണം. ആ ഉണങ്ങിയ സാധനത്തിനെ നമ്മൾ നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമ്മളതെടുത്ത് വറുത്ത് കഴിച്ച് നോക്കിക്കേ, വളരെ ടേസ്റ്റായിരിക്കും. ഞാനത് മിക്കവാറും ഇവിടെ ചെയ്യാറുണ്ട്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ നമ്മുടെ പയർ, അതുപോലെ നീളം പയർ ഇതുപോലെ ഇതേ സെയിം തന്നെ ഞാനതുപോലെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കുറച്ച് അല്പം ഒന്ന് വേവിച്ചൊന്ന് ആവി കയറ്റി വെച്ചിട്ടാണ് നമ്മളിട്ടത്. ഇത് ആവി കയറ്റുന്നില്ല, അല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ ഇത് പുരട്ടി നമ്മൾ വെയിലത്ത് വെച്ച് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. അപ്പം ഞാനിനി മുളക് പൊടിയും ബാക്കിയുള്ള പൊടികളെല്ലാം കൂടെ ചേർത്തൊന്ന് റെഡിയാക്കി വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇനി നമുക്കിതിനകത്തോട്ട് ശകലം വിനാഗിരി കൂടെ ചേർക്കാം. ലേശം വിനാഗിരി കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്ക് വെയിലത്തോട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വിനാഗിരിയൊക്കെ ഒഴിച്ച് റെഡിയാക്കി ഇതാണ്ട് നല്ല പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കൊരു മുറത്തിലോ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇട്ട് വെളിയിൽ വെച്ച് നന്നായിട്ട് ഇത് ഉണക്കിയെടുക്കാം. ഞാനിതിന് നല്ലതായിട്ടൊന്ന് ഉണക്കി റെഡിയാക്കി എടുത്തിട്ട് ഇതിനെ നിങ്ങളെ കാണിക്കാം. എന്നിട്ട് ഞാനിത് വറുത്ത് കൂടെ നിങ്ങളെ ഞാൻ കാണിക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. സൈനിങ് ഓഫ്, ഗീത സാബു.